ഇന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാവോ? ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ നമ്മൾ വചന പഠനത്തിലേക്ക് കയറാം. ഫിലിപ്പി ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പി ലേഖനത്തിലേക്ക് കടക്കാം. ഫിലിപ്പി ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 വരെയാണ് കണ്ടത്. ഇനി 20-ാമത്തെ വാക്യം വായിക്കാം. 20, ഫിലിപ്പി 1:20, ഫിലിപ്പിയൻസ് 1:20. ഉറക്കെ വായിക്കാം. ആകയാൽ എനിക്ക് ഒന്നിനും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷ. അതായത് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നിരാശയില്ല, എനിക്ക് നിരാശയില്ല, എനിക്ക് നിരാശയില്ല. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിരാശയോ മടുപ്പോ പ്രയാസമോ വരുന്ന വ്യക്തികൾ ദയവായി വചനം ശ്രദ്ധിക്കുക. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നിരാശയില്ല. നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരുന്നു. നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലും കാലുകളിലും വിലങ്ങുകളുണ്ടായിരുന്നു. നിരാശയില്ലെന്ന് അയാൾ പറയുമ്പോൾ അയാൾക്ക് ചുറ്റും കമ്പിയഴികളുടെ ഒരു പ്രതിരോധമുണ്ടായിരുന്നു. നിരാശയില്ലെന്ന് അയാൾ പറയുമ്പോൾ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. എനിക്ക് നിരാശയില്ലെന്ന് അയാൾ പറയുമ്പോൾ അയാൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഏറ്റവും മിനിമം മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കിടന്ന ജയിലിൽ പല്ലിയും പാറ്റയും പുഴുവും എലിയും നിറഞ്ഞ ആ ജയിലിനകത്ത് ആ തണുത്ത തറയിലാണ് അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നത്. എനിക്ക് നിരാശയില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ലോകത്തിലെ മറ്റ് മനുഷ്യർ അനുഭവിക്കുന്ന പ്രാഥമികമായ ആനുകൂല്യങ്ങളിൽ പലതും ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം പറയുകയാണ്, എനിക്ക് ജീവിതത്തിൽ ലജ്ജിക്കേണ്ടി വരുന്നില്ല, നിരാശയില്ല. അതിന് ഒരു കാരണം അദ്ദേഹം കണ്ടെത്തുകയാണ്. ആ കാരണം ഇതാണ്. അദ്ദേഹം പറയുന്നു, ജീവിച്ചാലും മരിച്ചാലും എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ ജീവിതം വഴിയോ മരണം വഴിയോ എൻ്റെ കർത്താവായ യേശു മഹത്വപ്പെട്ടാൽ മതി. ഇപ്പോൾ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഈ ജയിൽവാസം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താനായി ഞാൻ അനുഭവിക്കുകയും ഈ ജയിലിൽ നിന്ന് എന്നെ ദൈവം പുറത്തുവിട്ടാൽ എന്നെ പുറത്തുവിടുന്നത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സ്വീകരിക്കുകയും ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രവൃത്തികളും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യുകയും അങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ട് എനിക്ക് നിരാശ ഇല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏത് ചെറിയ പ്രയാസം പോലും ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആ വിഷമത്തെ കയ്യിലെടുത്തിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, എൻ്റെ കർത്താവേ, നന്നായിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ട്, പക്ഷേ ഈ വിഷമം വഴി നീ മഹത്വപ്പെടുമെങ്കിൽ, നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് ഈ വിഷമം എനിക്ക് കാരണമാകുമെങ്കിൽ ഇത് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടത്തിന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു മാനവും മറ്റൊരു തലവും കൈവരും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇത് കയ്യിലെടുക്കണം. ഈ വിഷമത്തെ, ഈ സങ്കടത്തെ കയ്യിലെടുത്തിട്ട് പറയണം, ദൈവമേ, എനിക്ക് സങ്കടമുണ്ട്, അത് ഇല്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ആ സങ്കടമുണ്ട്, പക്ഷെ ആ സങ്കടം ഞാൻ എടുത്തിട്ട് പറയുകയാണ്, ദൈവമേ, ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ കർത്താവിനെ ഈ സങ്കടം വഴി ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. പൗലോസ് അപ്പോസ്തലൻ വലിയ വിശ്വാസത്തിൻ്റെ ജീവിതങ്ങൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ജീവിതം വഴിയായാലും മരണം വഴിയായാലും എനിക്ക് എൻ്റെ യേശുവിനെ മഹത്വപ്പെടുത്തിയാൽ മതി. വായിക്കാം 20-ാമത്തെ വാക്യം. ആകയാൽ എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത വാക്യം വായിക്കാം.
എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എന്നൊക്കെ പറഞ്ഞേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എന്നോട് പറഞ്ഞേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഇങ്ങോട്ട് നോക്കിയേ, മരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഭയം വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെറുതെ ആലോചിച്ച് നോക്കി, ഒന്നും പറയണ്ട, ചുമ്മാ ഒന്ന് ആലോചിച്ച്. ഇന്ന് നിങ്ങൾ മരിക്കാൻ പോവാണ്. നിങ്ങൾ മരിക്കണ്ട, ഞാൻ മരിക്കാൻ പോവാണ്. ഞാൻ മരിക്കണ്ട, എന്നാൽ നിങ്ങൾ ചേച്ചി മരിച്ചോ, ഓക്കെ. ആരെങ്കിലും മരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുക, ഇന്ന് ഞാൻ മരിക്കാൻ പോവാണ്. വെറുതെ ഉദാഹരണത്തിന് ഇങ്ങനെ വിചാരിച്ചാൽ മതി, മരിക്കത്തൊന്നുമില്ല, ആരും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുകയാണ്, ഇന്ന് ഞാൻ മരിക്കാൻ പോവാണ്. അയ്യോ, ഇന്ന് ഞാൻ മരിക്കാൻ പോവാണ്. എപ്പോൾ? ഇന്ന് വൈകിട്ട് 5 മണിക്ക് മരിക്കാൻ പോവാണ്. 5 മണിക്ക്. മരിക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ട് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ചേക്കേ, ഒന്നും പറയണ്ട, ഒന്ന് വെറുതെ ചിന്തിച്ചേ. ഇന്ന് മരിക്കാനുള്ള എൻ്റെ ബുദ്ധിമുട്ട് എന്താ? സത്യം പറഞ്ഞാൽ മരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും പെട്ടെന്ന് ഇല്ലാതാവാൻ പോവില്ലേ മരിക്കുമ്പോൾ? എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതാവാൻ പോവാണ്. ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമെല്ലാം എന്താണ്? എന്തൊക്കെ സന്തോഷം? നല്ല ഭക്ഷണം കഴിക്കുന്ന സന്തോഷം, നല്ല വസ്ത്രം ധരിക്കുന്ന സന്തോഷം, നല്ല നമ്മുടെ സ്നേഹമുള്ളവരോട് കൂടെ ജീവിക്കുന്ന സന്തോഷം, നമ്മുടെ ഉറ്റവരോടെ ഇവരും കൂടെ ഉള്ളതിൻ്റെ സന്തോഷം, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടാൻ പോവാണ്. ശ്രദ്ധിക്കാമോ? ഈ മക്കൾ മരിച്ച അമ്മമാരുടെ ഒരു കൂട്ടായ്മയുണ്ട് ഇവിടെ. മക്കൾ മരിച്ച അമ്മമാർ പലരും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. വരുമ്പോൾ ഞാൻ എല്ലാവരോടും സാധാരണ സംസാരിക്കുമ്പോൾ, മക്കൾ മരിച്ച അമ്മമാരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു വചന ഭാഗം എടുക്കും. ആ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായമാണ്. എടുക്കണ്ട, കേട്ടാൽ മതി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായമാണ്. അത് ഞാൻ എടുത്തിട്ട് അതിങ്ങനെ വായിക്കും. അവരാകട്ടെ ലോകം കരുതി, അവർ മരിച്ചെന്ന് ലോകം കരുതി, അവർ വലിയ പീഡ അനുഭവിച്ചെന്ന് ലോകം കരുതി. അവിടെ ഒരു വാചകമുണ്ട്, അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ഇതൊന്ന് കേട്ടെ. അപ്പം ഞാൻ ഈ അപ്പനോടും അമ്മയോടും പറയും, നിങ്ങളുടെ മകൾ മരിച്ചു പോയതിനെ ഓർത്ത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവും. അതിന് കാരണം എന്താണ്? നിങ്ങൾ ചിന്തിക്കുകയാണ്, കൊച്ചിന് നന്നായിട്ട് ഒരു തിരി ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല, കൊച്ചിനെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റിയില്ല, ദൈവമേ അതിന് നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന കാണാൻ പറ്റിയില്ല, അതിനെ കുറച്ചുകൂടെ ഒന്ന് വഴക്കൊന്നും പറയാതെ സ്നേഹിച്ചൊന്ന് വളർത്താൻ പറ്റിയില്ല. ഇതൊക്കെയാണ് അപ്പനെയും അമ്മയും പ്രധാനമായിട്ട് സങ്കടപ്പെടുത്തുന്നത്. ഇനി അതിനെ കാണാൻ പറ്റത്തില്ല, ദൈവമേ അതിന് ജീവിതത്തിൽ ഒരു സന്തോഷം ഇതുവരെ കിട്ടിയിട്ടില്ല, അതൊന്ന് നല്ല രീതിയിൽ എത്തുന്നതിന് മുമ്പ് നീ ജീവൻ എടുത്തല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് സ്വാഭാവികമായി മാതാപിതാക്കളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ, ഒരു കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ ലോകമല്ല, ഇതുപോലെയുള്ള 10,000 ലോകത്ത് നിന്ന് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന എല്ലാ സന്തോഷങ്ങളെക്കാളും 10,000 മടങ്ങ് ഇരട്ടിയായിരിക്കും അവർ ദൈവത്തിൻ്റെ അടുത്ത് ഒരാത്മാവ് അനുഭവിക്കുന്ന സന്തോഷം. ദൈവത്തിൻ്റെ അടുത്ത്. അപ്പോൾ അപ്പസ്തോലന്മാർക്കൊന്നും മരിക്കാൻ പേടിയുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മരിക്കാൻ പേടിയില്ലാതിരുന്നതിൻ്റെ കാരണം, മരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന ആനന്ദം എന്താണെന്ന് അവർക്ക് വിശ്വാസത്തിൽ ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് മരണഭയം ഉണ്ടായിരുന്നില്ല. മരിക്കാൻ ഒരു പരിധി വരെ അവർ ആഗ്രഹിച്ചിരുന്നു. ഇനി അപ്പസ്തോലൻ അത് പറയാൻ പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മരിച്ചെൻ്റെ കർത്താവിൻ്റെ അടുത്ത് എത്താനാണ് ആഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അടുത്ത വാക്യം, ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ എനിക്ക് അതായത് അദ്ദേഹം പറയാണ്, ഞാൻ മരിക്കുന്നത് എനിക്ക് നേട്ടമാണ്, എനിക്ക് ഈ ശരീരത്തിൽ കുറച്ചുകൂടെ ജീവിക്കാൻ പറ്റും. ജീവിച്ചാലുള്ള ഗുണം എന്താണ്? ഫലപ്രദമായി കുറച്ചുകൂടെ ജോലി. എന്ത് ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി? എന്താണ്? കച്ചവടം, പലചരക്കട നടത്തുമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യായിരുന്നു? എനിക്ക് കുറച്ച് പേരോടുകൂടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. എനിക്ക് കുറച്ചാളുകളോടുകൂടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏതാ ജീവിക്കുകയാണോ മരിക്കുകയാണോ വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനും ഇടയിൽ ഞാൻ ഞെരുങ്ങുകയാണ്. എങ്കിലും വായിക്കാം, എൻ്റെ ആഗ്രഹം
മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്ന് ജീവിക്കുമെന്നും നിങ്ങൾ എല്ലാവരുടെയും കൂടെ ആയിരിക്കുമെന്നും എനിക്കറിയാം. നിങ്ങളുടെ അടുത്തേക്കുള്ള എൻ്റെ തിരിച്ചു വരവ് യേശുക്രിസ്തുവിൽ ഞാൻ മൂലമുള്ള നിങ്ങളുടെ അഭിമാനത്തെ, അതെന്താണ് നിങ്ങളുടെ അടുത്തേക്കുള്ള എൻ്റെ തിരിച്ചു വരവെന്ന് പറയുന്നത്? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ജയിലിൽ നിന്ന് ഞാൻ പുറത്തു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് എന്ത് ചെയ്യും? നിങ്ങളുടെ അഭിമാനം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇനി 27, ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരെ ആയിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായി, ഇനി അദ്ദേഹം ആ ഫിലിപ്പിയിലെ സഭ എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്ന് പറയാൻ പോവാണ്. ഞാൻ എങ്ങനെയായാലും, ഞാൻ വന്നാലും വന്നില്ലെങ്കിലും, ഞാൻ ജയിലിൽ നിന്ന് മോചിതനായാലും മോചിതനായില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കാൻ തക്കവിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെ, നിങ്ങൾക്ക് രക്ഷയുടെയും. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചു. ഒന്ന് ഉറക്കെ പറഞ്ഞ ആ വാക്ക് ഞാൻ പറഞ്ഞു തരാം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, പിന്നെ അവനെ പ്രതി എന്തെങ്കിലും സഹിക്കാനല്ല. അയലോക്കക്കാർ ചീത്ത വിളിച്ചപ്പോൾ അത് സഹിക്കാനല്ല. നമ്മൾ പിന്നെ മീൻ കഴുകിയിട്ട് ആ വെള്ളം അയലോക്കക്കാരുടെ പറമ്പിലോട്ട് ഒഴിച്ചു. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു? പിറ്റേ ദിവസം അതിനേക്കാൾ നാറുന്ന മീൻ വാങ്ങിച്ചിട്ട് അവർ കഴുകിയിട്ട് തിരിച്ചൊഴിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കാൻ ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആദ്യം അവരുടെ മുഖമല്ല നമ്മൾ കണ്ടത്, ഒരു വാക്കത്തെയാണ് കണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? അവരൊറ്റ വെട്ട്. ആ വെട്ടുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം എന്തുണ്ട്? ഇപ്പം നല്ല വേദനയുണ്ടല്ലേ? ആ വേദനയല്ല ഇവിടെ പറയുന്നത്. ആ വേദനയല്ല, മറിച്ച് എന്ത് വേദനയാണത്? അവനെ പ്രതി, യേശുവിനെ പ്രതി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, യേശുവിനെ പ്രതി നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? യേശുവിനെ പ്രതി എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. യേശുവിനെ പ്രതി എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും കുറച്ചൊക്കെ സഹിച്ചിട്ടുണ്ടാവും യേശുവിനെ പ്രതി. ഇപ്പം നിങ്ങളെന്നാലും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈസി ചെയറിൽ കാല് നീട്ടിയിരിക്കുന്ന ആളാണ്, ചാരു കസേരയിൽ. ഇപ്പം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ആരെ പ്രതിയായി സഹിക്കുന്നത്? നിങ്ങളെന്നാലോചിച്ച് നോക്കുക. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയേനെ ഇല്ലേ? കാരണം സ്വന്തം കാലേതാ, അടുത്തിരിക്കുന്ന ചേച്ചിയുടെ കാലേതാ, ഇതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിൽ ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കണം. മാത്രമല്ല ചിലരുടെ കാലിനകത്തൂടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ?
ഇനി ചിലർക്ക് ഇനി ഞാൻ അവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇനി എഴുന്നേക്കാൻ പറയല്ലേ. കാരണം എഴുന്നേക്കുന്ന സമയത്ത് അവർക്ക് ഈ കാലുള്ളതായിട്ട് യാതൊരു അനുഭവമില്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ സഹിക്കുന്നത് ഒരു പരിധി വരെ ചെറിയൊരു സഹനമാണ്, പക്ഷേ ഒരു പരിധി വരെ യേശുവിന് വേണ്ടിയുള്ള സഹനമാണിത്. യേശുവിന് വേണ്ടിയുള്ള സഹനമാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനെ പ്രതിയുള്ള സഹനമാണ്, യേശുവിനെ പ്രതി. അപ്പോൾ ഈ യേശുവിനെ പ്രതി സഹിക്കാൻ ഒരു സന്തോഷം കണ്ടെത്തണം. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ സഹനമെങ്കിലും യേശുവിന് വേണ്ടി സഹിക്കാൻ പരിശീലിക്കണം. എങ്ങനെ യേശുവിന് വേണ്ടി സഹിക്കാൻ പറ്റുന്നത്? കുറച്ചു നേരം മുട്ടുകുത്തി നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവിനോട് പറയണം, ഈശോയെ കുരിശേ കിടന്ന് അങ്ങയുടെ കുരിശിലെ വേദനകളോട് ചേർത്ത് ഒരു പരിഹാരമായിട്ട് ഞാനിതാ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ യേശുവിനോട് കൂടെ സഹിക്കുകയാണ്. ഇനി ആരെങ്കിലും ഒരാൾ നമ്മളെ എന്ത് ചെയ്തു? ഒരു ദുഷിച്ച വർത്താനം പറഞ്ഞു. അതിന് ഈ നാട്ടിൽ പഞ്ഞമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഒരു ദുഷിച്ച വർത്താനം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾ ക്വിക്ക് വിറ്റഡ് ആണ്. ക്വിക്ക് വിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു ആൾ പറഞ്ഞാൽ മറുപടി പെട്ടെന്ന് നമ്മൾ അറിയാതെ വരുന്ന ആളുകളാണ് നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനാണ് അതിൽ ഒന്നാമത്തെ ആള്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി വരും. അങ്ങനെ വരുന്ന ആളുകളാണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ള ആളുകളായ നമ്മൾ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ ഓ പോട്ടെ, വിട്ടേക്കാം, ഒന്നും പറയണ്ട, ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ പ്രതി നമ്മൾ മിണ്ടാതിരുന്നതാണ്. ക്രിസ്തുവിനെ പ്രതി. നമുക്ക് ഇതിനേക്കാൾ നല്ല ഭാഷയെ പറയാൻ അറിയാം അല്ലേ? അവർക്ക് ഒരു ഭാഷയെ അറിയത്തുള്ളൂ, നമുക്ക് 3-4 ഭാഷ അറിയാം. ഭാഷ എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്ന്? അപ്പോൾ അത് നമുക്കറിയാം. പക്ഷെ നമുക്കിത് അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നും പറയുന്നില്ല. ഒന്നും പറയണ്ട. ഒരു നേരമ്പൊക്കെ പറയട്ടെ. നമുക്കിവിടെ ഒരു സഹോദരനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു പാവപ്പെട്ടൊരു പയ്യനാണ്. അപ്പോൾ അവന് അവനോട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇവിടെ വരുന്നവർക്കും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പിതാവ് വരും, തിരുമേനി വരുമ്പോൾ തിരുമേനിയും അവനോട് സംസാരിക്കും. അവന് ഇഷ്ടമാണ്, അവനോട് സംസാരിക്കുന്ന ഇഷ്ടമാണ്, അവന് തിരുമേനി ഇഷ്ടമാണ്. പക്ഷേ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവനൊന്നും മിണ്ടത്തില്ല. അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അവൻ ഒന്നും മിണ്ടത്തില്ല. എനിക്കിതറിയാം, അതുകൊണ്ട് ഞാൻ വെറുതെ നാണം കെടാൻ പോകത്തില്ല. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവനോടൊന്നും ചോദിക്കാൻ ഞാൻ പോകത്തില്ല. അപ്പോൾ ചോദിച്ചാലും അവനൊന്നും മിണ്ടത്തില്ല. തിരുമേനിക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇവനെ കണ്ട ഉടനെ തിരുമേനി ചോദിച്ചു, ഡാ മോനെ എന്തുണ്ടാ? അവൻ അനങ്ങിയില്ല, അവൻ ചോറുണ്ടോണ്ടേയിരുന്നു. പിതാവ് ഒന്നുകൂടെ ചോദിച്ചു അവനോട്, നിനക്ക് എന്നെ മനസ്സിലായില്ലേ നീ? അവനൊന്നും മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഒന്നും പറയാനില്ല. എന്നോട് പിതാവ് വന്നിട്ട് ചോദിച്ചു, ഇവൻ്റെ സ്വഭാവത്തിന് എന്തോ മാറ്റമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പിതാവ് എന്താണ് അങ്ങനെ പറയുന്നത്? അവന് ഒരു മാറ്റമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, അവന് എന്നോട് നല്ല സ്നേഹമായിരുന്നു, ഇപ്പോൾ അവൻ കണ്ടിട്ട് ഒന്നും പറയാനില്ല എന്ന്. ഞാൻ പറഞ്ഞു, പിതാവേ എനിക്കെല്ലാം മനസ്സിലായിരിക്കുകയാണ്. എന്താണ്? അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണോ പിതാവ് ചോദിച്ചത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിക്കാൻ പാടില്ല. ആ സമയത്തൊന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാലും ഒന്നും പറയാനില്ല. നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഒന്നും പറയാനില്ല എന്ന് പറയുന്നു. എന്താ കാരണം? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ല. നമുക്ക് യേശുവിനെ പ്രതി ഒന്നും പറയാനില്ല. നമ്മളെ ആളുകൾ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒന്നും പറയാനില്ല. ചിലപ്പോൾ ഇതൊക്കെ തമാശയായിട്ട് തോന്നും, ചിലപ്പോൾ വിഷമം വരും. ഒന്നും അറിയാത്ത ആളുകൾ എന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മളെന്താണ് പറയുന്നതെന്നോ, നമ്മുടെ സുവിശേഷ വില എന്താണെന്നോ, നമ്മുടെ വചനപ്രഘോഷണം എന്താണെന്നോ ഒന്നും കേട്ടിട്ടില്ലാത്ത ആളുകൾ യൂട്യൂബിലൊക്കെ ഇരുന്ന് നമ്മുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് ദൂഷിക്കുന്ന കാണാം.
ഈ അടുത്ത ഇടയ്ക്ക് ഒരു ചങ്ങാതി ഇപ്പം ദൂഷിപ്പ് 7 ദിവസമായി ദൂഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും അറിയാത്ത ആളുകളാണ്. ഒന്നും അറിയാത്തതെന്ന് പറഞ്ഞാൽ അയാൾ ജന്മത്തൊരു ധ്യാനം കൂടിയിട്ടുള്ള ആളല്ല, ഒരു വചനം കേട്ടിട്ടുള്ള ഒരാളല്ല. പക്ഷേ എടുത്തു വെച്ചിട്ടിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളോട് നമുക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. മനസ്സിലായില്ലേ? അതായത് ഒന്നും പറയാനില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം. ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം എന്തെന്നറിയാമോ? എന്താ ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം എന്താ? ഇപ്പം ഞാൻ ഉദാഹരണത്തിന് മൈക്ക് ബഹളം വെച്ചില്ലെങ്കിൽ പറയാം. അതായത് ഞാനിപ്പോൾ വന്നിട്ട് ഞാനിങ്ങനെ മോളെ ഇങ്ങനെ ഞാൻ അടിക്കാൻ വന്നാൽ ഉടനെ ഈ കുട്ടി എന്താ എന്നറിയാം? ഇങ്ങനെ മാറി. അത് തന്നെ അങ്ങനെ മാറിയത് മനസ്സിലായില്ലേ? ഇപ്പം ഞാനിങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ കുട്ടി അടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവൾ മാറുകയാണ്. ആ മാറിയത് അവളുടെ അവകാശമാണ്. ആ മാറിയത് അവളുടെ അവകാശമാണ്. അത് അവളുടെ അവകാശമാണ് മാറിയത്. അപ്പൊ അതെന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ ഒന്നാണത്. എന്താണത്? ഒഴിഞ്ഞു മാറാനും. ഇനി ഞാനൊരു മുതിർന്ന ആളെയാണ് അടിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ റോബർട്ടിനെ അടിച്ചത്. റോബർട്ട് എന്ത് ചെയ്യും? കയ്യെ കയറി പിടിക്കും. നോർമലി നമ്മളൊരാൾ നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കത്തൊന്നുമില്ല, കയ്യെ കയറി പിടിക്കും. ആ കയ്യെ കയറി പിടിച്ചതിനെ വിളിക്കുന്ന വാക്ക് ഡിഫൻസ് എന്നാണ്. എന്താണ്? ഡിഫൻസ്. ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക്കായ അവകാശമാണ് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം, ഒഴിഞ്ഞു മാറാനുള്ള അവകാശം. ഇനി ഒഴിഞ്ഞു മാറാൻ സാവകാശം കിട്ടിയില്ലെങ്കിൽ തടുക്കാനുള്ള അവകാശം. ഇറ്റ് ഈസ് സോ ബേസിക്. അത് ചെയ്താൽ ആരും അല്ലേ, സ്വയരക്ഷയ്ക്ക് വേണ്ടി. ഇപ്പൊ ചേച്ചി എന്നെ കൊല്ലാൻ വന്നു, മീൻ വെട്ടുന്ന കത്തിയും കൊണ്ട് കൊല്ലാൻ വന്നു. ഞാൻ എന്ത് ചെയ്തു? ആ കത്തി കയറി പിടിച്ചപ്പോൾ ആ കത്തി തിരിഞ്ഞ് ചേച്ചിക്ക് ഇട്ടുകൊണ്ടു. ചേച്ചി മരിച്ചു. മരിക്കരുത്, ഉദാഹരണത്തിൽ മരിച്ചു. അപ്പൊ ചേച്ചി മരിച്ചപ്പോൾ എന്നെ കോടതി ശിക്ഷിക്കില്ല. എന്താ? ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള മൽപ്പിടുത്തത്തിനിടയിൽ ആളെ ഞാൻ കൊന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് അതിനൊരു ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക്കായ അവകാശമാണ്. എന്ത്? ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സഭയിലെ അനേകം വിശുദ്ധര് ഈ അവകാശം പ്രയോജനപ്പെടുത്തിയിട്ടില്ല. എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അയൽവക്കക്കാർ നിങ്ങളെക്കുറിച്ച് ഒരു അപവാദം പറയും. നിങ്ങൾക്ക് വേണേ പോയി ഡിഫെൻഡ് ചെയ്യാം, ഈ ആളെ വിളിക്കാം, എന്താ ഈ പറയുന്നേ എന്ന് വേണേ ചോദിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നും പറയാനില്ല. ഇത് ഒരാൾക്ക് പ്രതിരോധിക്കാനും ഡിഫെൻഡ് ചെയ്യാനുമുള്ള അയാളുടെ അടിസ്ഥാന അവകാശത്തെ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. ഇതിന് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ അവസരം കിട്ടുമോ? കിട്ടും. ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യമായിട്ട് അതാരോ വെറുതെ പറഞ്ഞാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണേൽ ഡിഫെൻഡ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുന്നു? ഒന്നും പറയാനില്ല. ബേസിക് റൈറ്റ് അത് അവർ പ്രയോജനപ്പെടുത്തുന്നില്ല. ഇതാണ് ഈ പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി, അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. 29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരിക്കൽ ഞാൻ ചെയ്തതായി കണ്ടതും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതായി നിങ്ങൾ കേൾക്കുന്നതുമായ അതേ പോരാട്ടത്തിൽ തന്നെയാണല്ലോ നിങ്ങളും ഏർപ്പെട്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കറിയാം ബുദ്ധിമുട്ടാണ്, എന്നാലും ഒന്ന് എഴുന്നേക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാല് അവസാനം വീട്ടിൽ കൊണ്ടുപോകാൻ ഇല്ലാതാവും.
ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ലാതായിട്ട് നമുക്ക് പിന്നെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റോ, അല്ലെങ്കിൽ അത് പ്രയാസമാവും. അതുകൊണ്ടാണ് ഒന്ന് എഴുന്നേറ്റോ. സർവ്വശക്തി എടുത്ത് ഒന്ന് എഴുന്നേക്ക്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈശോ, കർത്താവ് ഈശോ മിശിഹ, ദൈവം പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈശോയോട് പറഞ്ഞത്? കർത്താവേ, അങ്ങനോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവരും ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അതായത് സോളമൻ, എന്നെ കേട്ടോ, നിന്നുകൊണ്ടെന്ന് കേട്ടെ. സോളമൻ ദൈവത്തോട് ദൈവം ചോദിക്കും, ദൈവം സോളമനോട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സോളമൻ എന്ത് പറയും? എനിക്ക് ഈ മഹാജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം തരാൻ പറയും, ജ്ഞാനം തരാൻ പറയും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ ജ്ഞാനം വിവേകവും ഒന്നും അല്ല കിടക്കുന്നത്. എന്താണെന്നറിയാമോ? സോളമൻ ചോദിച്ചത് എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തരാമോ എന്നാണ്. ഗിവ് മീ എ ലിസണിങ് ഹാർട്ട്. ഗിവ് മീ എ ലിസണിങ് ഹാർട്ട്. ഗിവ് മീ എ ലിസണിങ് ഹാർട്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഗിവ് മീ എ ലിസണിങ് ഹാർട്ട്. എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ദൈവമേ, എനിക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തരാമോ? ഇതെന്തെന്നറിയോ? ഇത് നമ്മൾ ആഗ്രഹിച്ചാൽ ഇത് തുറക്കപ്പെടും. നമുക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും. ഇനി ഞാൻ അടുത്ത ഒരു വാക്യം വായിക്കുമ്പോൾ അത് കണക്റ്റഡ് ആണ്. ശരിക്കും നമുക്ക് ദൈവത്തെ കേട്ടാൽ മാത്രമേ നന്നായി മുന്നോട്ട് പോകാൻ പറ്റൂ. ദൈവത്തെ കേട്ടാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റൂ. ഈ ദൈവത്തെ കേട്ടാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. നമ്മുടെ സമാധാനം പോയത് എങ്ങനാ പറ? വല്ലവരുമൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് നമ്മുടെ സമാധാനം പോയത് മുഴുവൻ. നമ്മുടെ സമാധാനം തിരിച്ചു കിട്ടുന്നത് എങ്ങനാ? ദൈവം പറയുന്നത് കേൾക്കുമ്പോഴാണ്. ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സമാധാനം തിരിച്ചു കിട്ടുക. അതുകൊണ്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം, ശക്തമായിട്ടൊന്ന് ആഗ്രഹിക്കാം, ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവായ യേശുവേ, അങ്ങ് സംസാരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് എന്നോട് സംസാരിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്ന ഒരു ഹൃദയം തരണമേ. കർത്താവായ യേശുവേ, എന്റെ സാഹചര്യങ്ങളോട്, എന്റെ ആകുലതകളോട്, എന്റെ വേദനകളോട് അങ്ങ് സംസാരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, അങ്ങ് സംസാരിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്ന ഒരു ഹൃദയം തരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് ഒന്ന് കണ്ണടച്ച് ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കുക. യേശു നമ്മളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം എന്തു തന്നെയാണെങ്കിലും യേശു ഈ സമയത്ത് നിങ്ങളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മുറിവേറ്റ മേഖലകളെ സുഖപ്പെടുത്താൻ യേശു ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് എന്നോട് ഇന്നലെ ഒരു മകള് ഒരു കാര്യം പറഞ്ഞു. എന്നെ കേട്ടെ, കണ്ണു തുറന്ന്. അതായത് നമുക്ക് എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് യൂത്തിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ഇവിടെ. ഒന്നും പറയുന്നില്ല, കർത്താവ് ആണ് ഇറങ്ങി വന്ന് നിൽക്കുന്നത്. കർത്താവ് യൂത്ത് വരുമ്പോൾ കർത്താവ് ധ്യാനം തുടങ്ങുന്നതിന് മുമ്പേ വരും. അങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കർത്താവ് അസാധാരണമായ വിധത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് മക്കളെ സുഖപ്പെടുത്തി. അസാധാരണമായ വിധത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് കയ്യും കണക്കില്ല. അപ്പം എന്നോടൊരു മകൾ പറയായിരുന്നു, എനിക്ക് ഒരു വലിയ അനുഭവം എനിക്ക് കർത്താവ് പരിശുദ്ധാത്മാഭിഷേക സമയത്ത് തന്നത്. ഞാൻ അലറി കരയുകയായിരുന്നു. ഞാൻ അലറി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായ്ക്കകത്തേക്ക് കൈയിട്ടിട്ട് ഒരാളിങ്ങനെ വായുടെ അകത്തേക്ക് കൈയിട്ടിട്ട്
ഈ അണ്ണാക്കിലോട്ട് കൈയിട്ട് നാക്കും അതെല്ലാം കൂടി ഇങ്ങനെ വലിച്ച് പറിച്ച് എടുത്ത് വെളി കളയാന്ന് വിചാരിക്കുക. ഇതുപോലെ കർത്താവ് എൻ്റെ വായ്ക്കകത്തോട്ട് കൈയിട്ടിട്ട് എന്തോ ഇങ്ങനെ പറിച്ചെടുത്ത് കളയും. ഈ കുട്ടി അനുഭവിക്കുകയാണ്. എന്താ അനുഭവിക്കുന്നത്? കർത്താവ് ഇങ്ങനെ അണ്ണാക്കിലോട്ട് കൈയിട്ടിട്ട് ഇങ്ങനെ വലിച്ച് പറിച്ച് കളയും. ഇങ്ങനെ അപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അലറി കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ വലിച്ച് പറിച്ച് കളയും. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും? താഴോട്ടങ്ങ് ഇരുന്ന് പോവും, താഴോട്ടങ്ങ് വീണ് പോവും, അല്ലെങ്കിൽ ഇരുന്ന് പോവും, അങ്ങനെ ഇരുന്നു. കാരണം അതുപോലെ അത്രയും വലിച്ച് പറിച്ച് എന്തോ കളയുകയാണ്. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കുമ്പോൾ വീണ്ടും ഈ അണ്ണാക്കിലോട്ട് കൈയിട്ട് വലിച്ച് പറിച്ച് കളയും. എന്നോട് പറഞ്ഞു, ഒരു 5-6 തവണ ഇത് ആവർത്തിക്കപ്പെട്ടു. അതിനുശേഷം അസാധാരണമായ ഒരു സമാധാനം എന്നിലേക്ക് വരാൻ തുടങ്ങി. അത് എന്തറിയോ, എനിക്ക് ആ മകളെ നന്നായിട്ടറിയാം. ഒത്തിരി മുറിവുകൾ, വേദനകൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും സോ പെയിൻഫുൾ എക്സ്പീരിയൻസസ് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. എല്ലാം എന്ത് ചെയ്തു? വലിച്ച് പറിച്ച് പുറത്ത് കളഞ്ഞു. നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യും. അത് 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 യൂട്യൂബിലിരുന്ന് പരിഹസിക്കുന്നവന്മാർക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ദൈവം, നമ്മൾ ഈ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവം ഇതിനപ്പുറം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോ അതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്നറിയോ, ഹി ഈസ് റെഡി ടു ഹീൽ. ഇനി എത്ര ബ്രോക്കണായ ഒരു ഹൃദയത്തെയും യേശുവിന് സുഖപ്പെടുത്താൻ പറ്റും. കർത്താവ് സുഖപ്പെടുത്തും. അതുകൊണ്ട് ഈ മിനിറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കും, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങളിവിടെ എത്തിയതല്ലേ, ഇത്രയും ഭാരപ്പെട്ട് നിങ്ങളിവിടെ വന്നത്, എന്തുമാത്രം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് നിങ്ങളിവിടെ എത്തിയതാണ്. നിങ്ങളെ ദൈവം ഇന്ന് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ പ്രസൻസ്, കർത്താവിൻ്റെ ഇന്നലെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ധ്യാനം അവസാനിച്ചേ ഉള്ളൂ. എന്നോട് പല അച്ഛന്മാരും നേരിട്ട് വന്നിട്ട് എന്നെ മുറി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഞങ്ങൾ ദൈവത്തിൻ്റെ ജീവിക്കുന്ന പ്രസൻസ് ഇവിടെ വച്ച് അനുഭവിച്ചു. ഞങ്ങൾ അനുഭവിച്ചു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പ്രസൻസ് ഞങ്ങൾ അനുഭവിച്ചു. നമുക്കതേ ഉള്ളൂ, വേറെ ഒരു അവകാശവാദവും. ഇത്രയേ ഉള്ളൂ. ദൈവം വരും, ദൈവം തൊടും, ദൈവം മാറ്റം വരുത്തും, ദൈവം കണ്ണുനീര് തുടയ്ക്കും, ദൈവം ഇടപെടും, ദൈവം സുഖപ്പെടുത്തും. യേശു നമ്മുടെ ഇടയിലൂടെ നടക്കും. യേശു നമ്മുടെ ഇടയിലൂടെ നടക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ അതുകൊണ്ട് അതിശക്തമായ ആ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പ്രസൻസ് ആൻഡ് ദ പവർ ആൻഡ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. വേറെ ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പ്രസൻസ്, ആ പ്രസൻസ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെന്ത് വേറെ ഒന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കരുത്. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് വി നീഡ് ദാറ്റ് പ്രസൻസ്. നമുക്ക് ആ കർത്താവിൻ്റെ പ്രസൻസ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഇറങ്ങി നിൽക്കണം. ഞാൻ പറയും, നിങ്ങൾ കേട്ടോണേ, എനിക്ക് അത് നിങ്ങൾ മനസ്സിലാണ്. ഐ എം ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. എന്തെന്നറിയാം, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. തോന്നലല്ല നമുക്ക് വേണ്ടത്, റിയൽ എക്സ്പീരിയൻസ്. റിയൽ തോന്നലൊന്നുമില്ല. അത് ഏതാണ്ട് വരുന്ന പോലെ തോന്നി, അങ്ങനൊന്നുമല്ല. ഏതാണ്ട് വരുന്ന പോലെ തോന്നുന്നില്ല. കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ കാറ്റടിക്കണം. മനസ്സിലായില്ലേ? ഒരു കുട്ടി പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എന്താണെന്നറിയാമോ, കാറ്റടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ കാറ്റടിച്ചു. കാരണം എന്താണ്? അവിടെ നടുക്ക് നിന്ന് ഞാൻ പിന്നെ എങ്ങനെയാണ് അടിച്ച് പറപ്പിച്ച് ഈ ഫ്രണ്ടിലെത്തിയത്? എന്നെ കൊണ്ടുവന്ന് താഴെ അടിച്ചിട്ടത് കാറ്റടിച്ചിട്ടല്ലേ? അടിച്ചു എന്ന് പറഞ്ഞാൽ അടിക്കണം. മനസ്സിലായില്ലേ? കാറ്റടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കണം. കാറ്റടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കണം. കാറ്റടിക്കുമ്പോൾ മറന്നു പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ അനോയിന്റിങ് പ്രേയർ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ആ കുരിശിന്റെ മൂട്ടി പോയി കിടന്നു.
പള്ളിക്കകത്ത് കിടന്ന ഒരു പെൺകുട്ടി എവിടെ പോയി കിടന്നറിയാം? കുരിശിന്റെ ചോട്ടിൽ. എങ്ങനാ പോയേ? കാറ്റടിക്കുമെന്ന് പറഞ്ഞാൽ കാറ്റടിക്കും, പൊക്കി എടുത്തു കൊണ്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ക്യാൻ യു ബിലീവ് ദിസ്? ഇവിടെ അനോയിന്റിങ് പ്രയർ ഇവിടെ നടക്കുമ്പോൾ ഒരു കുട്ടി ആ കുരിശിന്റെ കൂട്ടി പോയി കിടക്കുകയാണ്. ഹൗ കം? കാറ്റടിക്കും. കാറ്റടിക്കും എന്ന് പറഞ്ഞാൽ കാറ്റടിക്കും. കാറ്റടിച്ചാൽ ആളുകൾ പറന്നു പോകും. കാറ്റടിച്ചാൽ നിൽക്കുന്നിടത്തു നിന്ന് സ്ഥാനമാറ്റം വരും. അല്ല, മനസ്സിലായോ? കാറ്റടിച്ചാൽ എന്താ ഗുണം? നീ ഇന്നലെ നിന്നെടുത്തല്ല ഇന്ന് നിൽക്കുന്നത്. അതാണ് കാറ്റടിക്കുന്നതിന്റെ ഗുണം. മനസ്സിലായില്ലേ? ഇന്നലെ നിന്നെടുത്ത് സ്ഥാനമാറ്റം, സ്ഥാനമാറ്റം, സ്ഥാനമാറ്റം. ഇന്നലെ നിന്നെടുത്തു നിന്നെ മാറ്റും ദൈവം. അതാ കാറ്റടിച്ചാലുള്ള ഗുണം. കാറ്റടിക്കണം. ആത്മാവിലും ശരീരത്തിലും മനസ്സിലും എല്ലാം കാറ്റടിക്കണം. ഈ കാറ്റടിച്ചാലുണ്ടല്ലോ നമുക്ക് അതിശക്തമായ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ചാലേ ഇനിയിപ്പോ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം നമ്മളിൽ നിന്ന് എടുക്കപ്പെടും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ ബാക്കി എല്ലാം നമ്മളിൽ നിന്ന് എടുക്കപ്പെടും. വേറെ ഒന്നും ഉണ്ടാവില്ല. വേറെ ഒന്നും ഉണ്ടാവില്ല. എന്തെന്നറിയാം? ആകെപ്പാടെ ഹൃദയത്തിൽ ആവാഹിച്ച ദൈവത്തിന്റെ സാന്നിധ്യം അല്ലാതെ ഇനി ഈ ലോകത്ത് നമുക്കൊന്നും ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് ശക്തമായിട്ട് ആഗ്രഹിക്കണം. എന്തെന്നറിയാം? എൻ്റെ ഈശോയെ, ഒരു കെട്ടുകഥയല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി കോടികൾ മുടക്കി ഇവിടെ ഈ സ്ഥാപനമൊന്നും ആരും പണിയില്ല. ഒരു കെട്ടുകഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സാമ്പത്തിക ലാഭത്തിനോ ധനസമ്പാദനത്തിനോ ഒന്നും അല്ലല്ലോ. 100 വട്ടമല്ല. മനസ്സിലായല്ലോ? ഈ സുവിശേഷ പ്രസംഗം കൊണ്ട് 5 പൈസ ലാഭം ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇല്ല. കൊടുത്തിട്ടേ ഉള്ളൂ. ഇഷ്ടം പോലെ. മനസ്സിലായല്ലോ? അല്ലാതെ വാങ്ങുന്നതിന്റെ ഇരട്ടി കൊടുത്തിട്ടേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇതിനകത്തൊന്നും ഒരു ലാഭമില്ല ആർക്കും. ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് നടത്തുന്നത്. അറിയാമോ? ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം, എഴുതപ്പെട്ട വചനം സത്യമാണെന്ന് പറയാനാണ് ഈ കെട്ടിടങ്ങൾ. അതിനാണ് ഈ കെട്ടിടങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അറിയാമോ? അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സംവിധാനം എല്ലാം ദൈവം, ഇത് മാത്രമല്ല എല്ലാ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവം ജീവിക്കുന്നവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ദൈവം നമുക്ക് അത് നിങ്ങൾ ആഗ്രഹിച്ച്, അത് നിങ്ങൾ പ്രതീക്ഷിച്ച്, അത് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടേ, കർത്താവേ എന്നെ നീ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു വിട്. എന്നെ യു ടച്ച് മീ കർത്താവേ, എന്നെ നീ ഒന്ന് സ്പർശിക്കും. അതൊന്ന് നിങ്ങളൊന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കണം. അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. 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 Hallelujah, hallelujah. Hallelujah, hallelujah. കർത്താവായ ദൈവം, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ സ്നേഹം, ഈശോയെ കർത്താവ് അങ്ങയുടെ മക്കളെ സ്പർശിക്കുന്നതിന് ഈ സമയത്ത് അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു, ആരാധിക്കുന്നു. അങ്ങ് സ്നേഹം തരുന്നതിനും അങ്ങയുടെ കരുണ ഒഴുകുന്നതിനും അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ മക്കളെ സ്പർശിക്കുന്നതിനും നല്ല കർത്താവ് ഈ സമയത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് സുഖപ്പെടുത്തുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരം കൂടെ ഇരിക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് അനേകം മക്കളിലേക്ക് ഇറങ്ങി വന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം അവരെ ചലിപ്പിച്ചതിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്വരം അവരെ കേൾപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. മഹത്വം, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് പ്രിയ സഹോദരങ്ങൾ, ഈ സമയത്ത് നമ്മൾ ആരാധന നടത്തുകയാണ്. നിങ്ങൾ
ഇരിക്കാൻ പാടാണ്. പതുക്കെ ഒന്നിരുന്ന് നോക്കിയേ, പതുക്കെ ഒന്നിരുന്നേ. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് പ്രവേശിക്കാം. ആരാധന ഇന്ന് നമ്മൾ അല്പസമയം കൂടുതൽ ആരാധനയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനൊക്കെ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഉള്ള സ്ഥലത്ത് ഉള്ള സൗകര്യത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയിൽ ഈശോ കടന്നു വന്ന് നമ്മുടെ ഇടയിലൂടെ ഈശോ സഞ്ചരിക്കാൻ പോവുകയാണ്. കർത്താവ്, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കർത്താവ് അവിടുത്തെ കരുണ എല്ലാ മക്കളുടെ മേലും വർഷിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ ഈ ആലയത്തിലായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ അടുത്ത് നമ്മൾ വില കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ വില കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾ ആരും തന്നെ വിചാരിക്കരുത് നിങ്ങളെ കർത്താവ് നിങ്ങളെ തൊടാതെ കടന്നു പോകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കർത്താവ് നിങ്ങളെ തൊടും. കർത്താവ് നിങ്ങളെ തൊടാതെ നിങ്ങളെ ബൈപ്പാസ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ അത്രയും പ്രാർത്ഥിച്ചില്ല, എനിക്ക് അത്രയും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, എനിക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഞാൻ ആ വചനം അങ്ങോട്ട് കേട്ടില്ല, ഞാൻ ബൈബിൾ വായിച്ചില്ല, ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. സാരമില്ല, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ദൈവം നിന്നെ തൊടും. മനസ്സിലായി? അതായത് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചേ, അതായത് ഇവിടെ ഇപ്പോൾ ഈ മല പൊട്ടി ഒരു പ്രളയം വരികയെന്ന് വിചാരിച്ചു. പ്രളയം വരുമ്പോൾ എന്താ ഗുണമെന്നറിയാം? എല്ലാവരും ഒലിച്ചു പോവും. എല്ലാവനും ഒലിച്ചു പോവും. ശ്രദ്ധിച്ചവനും ഒലിച്ചു പോവും, ശ്രദ്ധിക്കാത്തവനും ഒലിച്ചു പോവും. ഉറങ്ങിയവനും ഒലിച്ചു പോവും, ഉറങ്ങാത്തവനും ഒലിച്ചു പോവും. പ്രളയം വന്നപ്പോൾ അങ്ങനല്ലേ? രാത്രി ഉറങ്ങി കിടന്നവരും ഒലിച്ചുപോയി, ഉണർന്നിരുന്നവരും ഒലിച്ചുപോയി. അങ്ങ് പ്രളയം വരുമ്പോൾ അങ്ങനെയാണ്. ദൈവം വരുമ്പോൾ ദൈവം സകലരെയും തൊടും. അതിനകത്ത് ഒരു വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് ഇന്നലെ ഞാൻ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നത്. സാരമില്ല, നിന്നെയും തൊടും. മനസ്സിലായി? ഇന്നലെ രാത്രി ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല, നിന്നെ തൊടും. ഇന്നു മുതൽ നീ മദ്യപിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൊടും. അതിന് ഒരു സംശയം വേണ്ട, കർത്താവ് തൊടും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റ കാര്യമുള്ളൂ, അതങ്ങോട്ട് വിശ്വസിച്ച് അവിടെ നിൽക്കുക. എന്താണ്? എന്നെ ദൈവം തൊടും. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. അറിവില്ലാത്ത സമയത്ത് നിന്നും ദൈവം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ധൈര്യമായിട്ടിരുന്നോ. എന്തായാലും നീ വന്നില്ലേ, ദൈവത്തെ തേടി വന്നതല്ലേ, നിന്നെ ദൈവം തൊടാതെ കടന്നു പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ എന്തായാലും ദൈവത്തെ അന്വേഷിച്ച് വന്നതല്ലേ. അപ്പോൾ ദൈവം നിന്റെ അടുത്തൂടെ വരും. ദൈവശക്തി നിന്നെ തൊടും. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ കരം നമ്മുടെ അടുത്ത് വരാനായിട്ട് ആഗ്രഹിച്ചു. എന്നിട്ട് അത് വിശ്വസിച്ചങ്ങ് നിന്നാൽ മതി. ദൈവമേ അങ്ങനെ സ്പർശിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് ഈ ദൈവത്തിൻ്റെ പ്രസൻസ് കിട്ടുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയാം? പരിസരം പിന്നെ നമ്മൾ മറക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെ ശ്രദ്ധിക്കരുത്. പ്രാർത്ഥന ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണു അടച്ച് അങ്ങ് സ്തുതിച്ചോണം. സ്തുതിക്ക് അറിയാവുന്ന പോലെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ യേശുവേ എന്ന് വിളിച്ച് അങ്ങ് നിന്നോണം. യേശുവേ 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 എന്ന് വിളിച്ചങ്ങ് നിൽക്കണം. അപ്പോൾ അതിനിടയ്ക്ക് വേറെ ഒന്നും കണ്ണ് തുറക്കുകയേ ചെയ്യരുത്. കണ്ണടച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയായിട്ട് ഇടയ്ക്കൂടെ വരുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കാം. അല്ലാത്ത സമയത്തെല്ലാം എന്ത് ചെയ്യണം? കണ്ണടച്ചങ്ങ് പ്രാർത്ഥിച്ചോണം. പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കണ്ണടച്ച് അങ്ങ് പ്രാർത്ഥിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിനത് ഞാൻ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരൊക്കെ ആ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ, ആസാം, മണിപ്പൂർ. അപ്പോൾ അവിടെ ഷില്ലോങ് എന്ന് പറയുന്ന നാഗാലാൻഡ് ഷില്ലോങ്ങിൽ ഒരു യൂത്തിന് ഒരു ധ്യാനം നടത്താൻ വേണ്ടി ഡോൺ ബോസ്കോ സഭയിലെ അച്ഛന്മാരെ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഈ മാസം അവസാനം പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛൻ പറയുകയാണ്, അച്ഛാ ഞങ്ങളൊരു 10,000 പേരെ ചെറുപ്പക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഷമം എന്തെന്നറിയാമോ? അടുത്ത 3 ദിവസങ്ങളിൽ, ധ്യാനം നടക്കുന്ന 3 ദിവസങ്ങളിലും വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനം രാവിലെ മുതൽ വൈകിട്ട് വരെ പെരുമഴയാണെന്നാണ്. 5000 യൂത്തിന് വേണ്ടി വലിയ ഒരു ടെൻ്റ് അടിച്ച് വലിയ ഒരു എന്താ പറയുക, ഒരു പന്തൽ തീർത്ത് ഭയങ്കര ലക്ഷക്കണക്കിന്, ഒരു 19 ലക്ഷം രൂപ ഡോൺ ബോസ്കോ അച്ഛന്മാർ ഈ ധ്യാനത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും. ഒരു 50 ലക്ഷം ഒന്നും അല്ലെങ്കിലേ ഉള്ളൂ, അതിനേക്കാൾ കൂടുതൽ. അത്രയും എല്ലാം നല്ല ഹൈടെക്കായിട്ട്, ദാരിദ്ര്യം ഇല്ലാതെ. ചിലയിടത്ത് ചില കൺവെൻഷന് പോയാൽ ദാരിദ്ര്യമാണ് അവർക്ക് ദാരിദ്ര്യമാണ്. ഒരു നല്ല മൈക്ക് വെക്കാൻ കാശില്ല, പിന്നെ നല്ലൊരു ലൈറ്റ് വെക്കാൻ കാശില്ല, നല്ലൊരു പന്തലിടാൻ കാശില്ല, ദാരിദ്ര്യമാണ്. ഡോൺ ബോസ്കോ അച്ഛന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെന്നറിയാം, അവർ ലക്ഷക്കണക്കിന് രൂപ, എനിക്ക് തോന്നുന്നു ഒരു 50 ലക്ഷം രൂപയിലും മിനിമം ചിലവാക്കി കാണും ഈ യൂത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഒരു 5000 യൂത്തിന് ഇരിക്കാൻ പറ്റുന്ന വലിയ ഒരു പന്തലും കെട്ടി, അതുപോലെ തന്നെ സംവിധാനങ്ങളെല്ലാം ഹൈടെക്കായിട്ട് എല്ലാം നല്ല സൂപ്പറായിട്ട് അച്ഛന്മാർ ക്രമീകരിച്ച് വെച്ചപ്പോൾ മഴ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ്
അവിടെ രാവിലെ 8:30 ചെല്ലുമ്പോൾ മഴ. ഒരു 100-300 പേരെ വന്നിരിപ്പുള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞു പതുക്കെ പതുക്കെ വരും, മഴയായിട്ടാണ്. അപ്പം ഞങ്ങൾ കയറിയിട്ട് പറഞ്ഞു, പ്രിയ മക്കളെ, നമുക്ക് ഈ 3 ദിവസത്തേക്ക് കാലാവസ്ഥക്കാരൻ പ്രവചിച്ചത് മഴയാണ്, പക്ഷെ നമുക്ക് മഴ വേണ്ട. മഴയാണെങ്കിൽ 5000 പേർക്കുണ്ടാക്കിയ കൺവെൻഷൻ വെള്ളത്തിലാവും. അതുകൊണ്ട് വെളിപാട് 11:6 എടുക്കാൻ പറഞ്ഞ് അതെടുത്തിട്ട് ഒരു 7-8 തവണ ഈ പിള്ളേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഭയങ്കര മഴയായിരുന്നേ ആ സമയത്ത്. പതുക്കെ 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 മഴ നിന്നു. നിൽക്കി കൈയടിക്കാൻ വരട്ടെ. മഴ നിന്നു. കേട്ടോണേ, ആ 3 ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനം പെരുമഴയാണേ. പിന്നെ അന്ന് ഉച്ച കഴിഞ്ഞ് മഴയില്ല, പിറ്റേന്ന് മഴയില്ല, 3-ാമത്തെ ദിവസം മഴയില്ല. 3-ാമത്തെ ദിവസം എൻ്റെ ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നുകൊണ്ട് ഞാൻ ക്രിസ്റ്റഫറിനെയും പൊളച്ചനെയും അവിടെ നിർത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ഗോഹട്ടിക്ക് പോവാണ്. എനിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് എൻ്റെ തിരിച്ചുള്ള. അപ്പോൾ ഞാൻ 3 മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് അനോയിൻറ്റിങ് പ്രയർ തീർന്നിട്ടില്ല. അപ്പോൾ പൊളച്ചൻ ധ്യാനം നടത്തി. ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് വേഗം ഇറങ്ങി ഓടി ഞാൻ ബാഗ് എടുത്ത് ടാക്സിയിൽ ഗോഹട്ടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2-2.5 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെരുമഴ. അപ്പം ഞാൻ വേഗം ഇവരെ വിളിച്ചു. അവിടെ മഴയുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ മഴയില്ല. ഞാൻ പറഞ്ഞു ഞാനൊരു പെരുമഴയത്തോടെ, ഡ്രൈവറിന് കണ്ണ് കാണാൻ പറ്റുന്നില്ല വണ്ടി ഓടിക്കാൻ, പെരുമഴയത്തോടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി. അവിടെ മഴയുണ്ടോ? ഇവിടെ മഴയൊന്നുമില്ല ചോ, ഇവിടെ മഴയൊന്നുമില്ല. കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം വീട്ടിൽ പോയി. ഇവരും എല്ലാം തീർത്ത് അവർ രാത്രിയിൽ കിടക്കാൻ പോയപ്പോൾ പെരുമഴ പെയ്യാൻ തുടങ്ങി. നിങ്ങൾ കേട്ടോണേ. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാം, ആകാശം അങ്ങ് അടച്ചു. ലാസ്റ്റ് ദിവസം ഈ ധ്യാനം കോർഡിനേറ്റ് ചെയ്ത അച്ഛൻ കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞു. അച്ഛൻ ഈ വെളിപാട് 11:6 പറഞ്ഞ് പറയിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉള്ളിൽ അച്ഛനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് പറഞ്ഞു. എന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത്. 3 ദിവസം കാലാവസ്ഥ പ്രവചിച്ചിരിക്കുകയാണ് മഴ. അന്നേരമാണ് ഇയാൾ കയറി വെളിപാട് 11:7. അച്ഛൻ പറയാണ് എന്നോട് ക്ഷമിക്കണം, ഞാനത് സംശയിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ 3 ദിവസം ഇവിടെ. അച്ഛനത് സാക്ഷ്യം പറഞ്ഞു. കേട്ടോണേ. അപ്പം ഞാൻ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നപ്പോൾ ഇവിടെ യൂത്ത് ധ്യാനം തുടങ്ങാൻ പോവാണ്. ഇവിടെ നോക്കിയപ്പോൾ ആ ദിവസങ്ങളിലാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ, ഈ മഴയുടെ പ്രവചിച്ചത് യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട്. ദൈവം തമ്പുരാനെ. ഫസ്റ്റ് ഡേ യൂത്ത് ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇവിടെ നമ്മളൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു പന്തലിൻ്റെ ഒരു ഭാഗത പൊളിഞ്ഞു വീണെന്ന് പറഞ്ഞു. ദൈവമേ, ഒരിടത്തെ മഴ തീർന്ന് വന്നപ്പോൾ ഇവിടെ അടുത്ത മഴ. അപ്പോൾ കാലാവസ്ഥ പ്രവചനം എന്താണ്? മഴയാന്നാണ് കേട്ടോ. യൂത്തിൻ്റെ ധ്യാനമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകണമെങ്കിൽ പിള്ളേർ നനയും. പിന്നെ കുളം, മഴ. ഒത്തിരി ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. എല്ലാത്തിനെയൊക്കെ ഇതിനകത്ത് ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ദൈവമേ കുളമായല്ലോ എന്ന് ഓർത്തു. അപ്പം ഞാൻ ഈ ഷില്ലോങ്ങിലെ കാര്യം പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, അത് ഷില്ലോങ്ങിൽ നടക്കുമെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കും. അപ്പോൾ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അതുങ്ങളെ കൊണ്ടും ഈ വെളിപാട് 11:6. അപ്പോൾ ഇവിടുത്തെ മഴയൊക്കെ അത്യാവശ്യം ഒന്ന് ശാന്തമായി. വല്ലപ്പോഴും ഒരു ചാറ്റൽ മഴ പെയ്യുന്ന ഒഴിച്ചാൽ ഇവിടുത്തെ ആ പെരുമഴയെല്ലാം ഇല്ലാതായി. ഞാനൊരു വൈകുന്നേരം ഒരാവശ്യത്തിന് തിരുവനന്തപുരം സിറ്റി ചെന്നപ്പോൾ വണ്ടി വിടുന്നില്ല. എന്തെന്നറിയാം? മഴ കാരണം വെള്ളപ്പൊക്കം. വട്ടപ്പാറയ്ക്കപ്പുറത്ത് പെരുമഴ, ഇപ്പുറത്ത് മഴയില്ല. ഇവിടെ മഴയില്ല. പിന്നെ യൂത്ത് ധ്യാനം കഴിഞ്ഞ ദിവസം പെരുമഴ പെയ്തത്. എന്താ കാര്യം എന്നറിയോ? ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടില്ല. ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടില്ല. അതാ കാര്യം. ദൈവത്തിൻ്റെ നിങ്ങളെന്നാലോചിച്ച് നോക്ക്. ഞാൻ ഇതുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഇവിടെ ഇടിച്ചു കുത്തി മഴ പെയ്ത് എല്ലാം കൂടെ പൊളിഞ്ഞു വീണാൽ പിള്ളേരുടെ വിശ്വാസം എല്ലാം പോയില്ലേ? അത് നിങ്ങൾ പറയത്തില്ലേ, അയാൾ പറയുന്നതൊക്കെ ഇത്രയ്ക്ക് ഉള്ളെന്ന് അയാൾ വിചാരിക്കും. നീ ഉണ്ടായിരുന്നില്ലേ യൂത്ത് ധ്യാനത്തിൽ? നീ ഇതൊക്കെ അന്നേരം പറയേണ്ടതല്ലേ യെസ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അതായത് പക്ഷെ ദൈവം അതങ്ങോട്ട് അടയ്ക്കുമെന്ന് പറഞ്ഞാൽ അടയ്ക്കും.
വചനം പറഞ്ഞാണ്, വചനം, ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം നമ്മളെ ഇവിടെ വിളിച്ചു വരുത്തിയത് നമ്മളോട് സംസാരിക്കാനും നമ്മളെ സ്പർശിക്കാനുമാണ്. അത് ഇന്ന് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ അത് ഞാനൊരു ഭംഗി വാക്കല്ല, ചുമ്മാ ഇങ്ങനെ എപ്പോഴും പറയുന്ന അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ, അങ്ങനൊന്നുമല്ല. നടക്കാൻ പോവാന്ന് പറഞ്ഞാൽ നടക്കും.